രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് എങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഓണം സെലിബ്രേഷനാവും നമ്മുടെ കോഴിക്കോടുള്ള കിനാര റിസോർട്ട്. സോ അങ്ങോട്ടേക്കാണ് ഈ യാത്ര. പക്ഷെ അവിടെ പോകുന്നതിന് മുമ്പ് നാദാപുരം പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാണ്ട് ബാസിൽ. അവൻ്റെ അടുത്താണ് നമുക്കിന്ന് പാട്ടൊക്കെ വെക്കാനുള്ള വലിയൊരു സ്പീക്കറുണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്ത് നേരെ കിനാരയിലേക്ക് വിടണം. അതാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ കിനാരയിലെത്തി. ഇനി നമ്മുടെ ബാസിലിനൊന്ന് പരിചയപ്പെടുത്താം. ഇവനാണ് ഇന്നത്തെ പരിപാടിയുടെ ഫുൾ കോർഡിനേറ്റർ. റിസോർട്ട് ബുക്ക് ചെയ്തത് ഇവൻ, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തത് ഇവൻ, ഗെയിംസ്, കൾച്ചറൽ പരിപാടികൾ, ഫുഡ് എല്ലാത്തിൻ്റെയും പിന്നിൽ ഇവനാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഓണം ആഘോഷിക്കാൻ വന്നതാണ്. ബാസിൽ വന്നത് ഓണം നടത്താൻ. സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പൂള്, നല്ലൊരു ഗാർഡൻ, ചുറ്റും നല്ലൊരു ആംബിയൻസ്. ഇനി ഓണം പരിപാടിയുടെ ആദ്യ അസൈൻമെന്റ് പൂക്കളാണ്. പൂക്കളിടാൻ പൂ വേണം. പൂ വേണമെങ്കിൽ ആദ്യം അതൊക്കെ മുറിക്കണം. ഞങ്ങളൊക്കെ പൂ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് തീർക്കണം. അങ്ങനെ എല്ലാവരും സീരിയസ് ആയിട്ട് പൂ മുറിക്കുന്ന തിരക്കിലാണ്. ഇടയിൽ ഒരു ബ്രേക്ക്. ഞാൻ നോക്കുമ്പോൾ അജിന് ഒരു കോഫിയും കുടിച്ച് വരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാണാം അച്ചപ്പം, ഉണ്ണിയപ്പം, കോഫി എല്ലാം ഉണ്ട്. ഇത്രയും കണ്ടപ്പോൾ തന്നെ പൂക്കളോ ഓണമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് വെച്ച്. പിന്നെ ഇതെല്ലാം നമ്മുടെ HR തന്നെ ഉണ്ടാക്കിയ വാങ്ങിക്കുകയാണെങ്കിൽ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പതുക്കെ നമ്മുടെ പൂക്കളം ഷേപ്പായി തുടങ്ങി. ഇനി ചെറിയ കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് മാത്രം. ഇവിടെ ഒരു പൂ ശരിയാക്കും, അവിടെ മറ്റൊന്ന്, അങ്ങനെ അവസാനം ഒരു ഡീസന്റ് പൂക്കളായി മാറിയത്. അതിനിടയിൽ ബാസിലിന് ഒരു ഡ്യൂട്ടി കിട്ടി. സുബിൻ ബ്രോയുടെ കുഞ്ഞിനെ ഒന്ന് എന്റർടൈൻ ചെയ്യണം. പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുഞ്ഞെന്നെ നോക്കുന്നുണ്ട്, മുഖത്തൊരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്. ഇതായതാ ഈ മൊട്ടത്തലേന്നൊരു ഡൗട്ട്. പക്ഷെ അവസാനം ഒരു ചിരി കിട്ടി. അതും ഇതിന് എല്ലാം നന്നായി പോകുമ്പോഴാണ് പെട്ടെന്നൊരു മഴ. നമ്മൾ പരിപാടി മുഴുവൻ ഔട്ട്ഡോറാണ് പ്ലാൻ ചെയ്തത്. പൂക്കൾ ഔട്ട്ഡോറാണ്. നമ്മുടെ ഇത്രയും നേരത്തെ എഫേർട്ട് മുഴുവൻ വെള്ളത്തിലാവുമെന്നൊരു ടെൻഷൻ. അപ്പോഴാണ് ഇവിടുന്നോ രക്ഷകനായിട്ട് നമ്മുടെ റിസോർട്ടിലെ സ്റ്റാഫ് ഒരു വലിയൊരു കുടയായിട്ട് ഓടി വരുന്നത് കണ്ടത്. പക്ഷെ ആ കുട അങ്ങനെ എവിടെയെങ്കിലും വെക്കാൻ പറ്റില്ല. അത് ഗ്രൗണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ ഏക സൊല്യൂഷൻ അത് പൂക്കളത്തിൻ്റെ നടുവ് തന്നെ വെക്കുക എന്നുള്ളതാണ്. ചേട്ടൻ ആ കുട ബാസിലിൻ്റെ കയ്യിൽ കൊടുത്തു. ബാസിൽ ആ കുടയും പിടിച്ച് നിൽപ്പായി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരെയും കൂട്ടി അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. കാരണം മഴ പെയ്ത് ഇനി പൂക്കളം കൊള്ളായിട്ട് ഒരു ഫോട്ടോ കിട്ടിയില്ലെങ്കിലോ. ഇനി കൾച്ചറൽ പരിപാടികളുടെ റിഹേഴ്സലാണ്. നമ്മുടെ ഗേൾസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന. എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് പറഞ്ഞത് റൂഫിൻ്റെ മുകളിൽ പോയിട്ട് വീഡിയോ എടുക്കണം, അവിടെ നിന്നാണ് ഒരു ലുക്ക് കിട്ടുള്ളൂ. ആദ്യമൊക്കെ ഓരോരുത്തർ ഓരോ സ്റ്റെപ്പ്. ഒരാൾ ലെഫ്റ്റ്, ഒരാൾ റൈറ്റ്, മറ്റൊരാൾക്ക് സ്വന്തം കൊറിയോഗ്രാഫി. സിംഗ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അവസാനം ഒരു പെർഫോമൻസ് റെഡിയായി. അപ്പോഴേക്ക് ഞാൻ റൂഫിൽ നിന്ന് ഫോട്ടോഗ്രാഫറായി വെയിലത്ത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വീഡിയോ കിട്ടി, അതുകൊണ്ട് പരാതിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രധാന പരിപാടി എത്തി. സദ്യ. നല്ലൊരു ഓണസദ്യ. ചോറും കറികളും പപ്പടവും ഒരുപാട് ഐറ്റംസ്. എല്ലാവരും നല്ല സന്തോഷത്തോടെ വിളമ്പുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. സദ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു കേരള ട്രഡീഷൻ ഉണ്ട്. സദ്യ കഴിച്ചിട്ട് സദ്യയെ കുറ്റം പറയും. സദ്യ എങ്ങനെ ഇന്നത്തെ? സദ്യം അടിപൊളിയായിരുന്നു. പായസവും കുഴപ്പമില്ല. പായസം അടിപൊളി. ഏതാ പ്രഥമനാണോ മറ്റേതാണോ ഇഷ്ടപ്പെട്ടത്? പാൽപ്പായസം. പായസം അത് പാലടല്ല. പാലട. പക്ഷെ ഇത്തവണ പ്രശ്നം തെറ്റി. ഫുഡ് ശരിക്കും നല്ലതായിരുന്നു. ഞാനും അഗ്നസും അജിനും ഇരുന്ന് ഡിസ്കഷൻ തുടങ്ങി. പക്ഷെ അവസാനം പറയാൻ കുറ്റമൊന്നും കിട്ടിയില്ല. എല്ലാവരും നല്ലതായിരുന്നു എന്നങ്ങ് സമ്മതിച്ചു. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ എല്ലാവരുടെയും എനർജി തിരിച്ചു. പിന്നെ ഗെയിം ടൈം. ആദ്യത്തെ ഗെയിം തന്നെ നാരങ്ങ സ്പൂൺ. ആദ്യ റൗണ്ടിൽ തന്നെ ബാസിൽ ജയിച്ചു. ഗേൾസിൻ്റെ റൗണ്ടിലാണെങ്കിൽ രേഷ്മ. പിന്നെ വീണ്ടും ബോയ്സ്. എമില്, അനന്തു, ബാസിൽ. പക്ഷെ ഓട്ടത്തിനിടയിൽ അനന്തുവിൻ്റെ ലെവൽ താഴെയാണ്. അവസാനം എമില് ജയിച്ചു അതിനകത്ത്. പിന്നെ അവർക്കുള്ള പ്രൈസ് ഷിറാസൊക്കെ രേഷ്മക്കും എമിലിനുള്ള പ്രൈസ് കൊടുത്തു, ഒരു ചോക്ലേറ്റ് ബാർ. ഇതൊക്കെ കിട്ടിയാൽ പിന്നെ ഒരു മോട്ടിവേഷൻ ബാർ എന്തിനാ. അടുത്ത ഗെയിം കുറച്ച് ഡേഞ്ചറസ് ആണ്. ആദ്യം ഒരുപാട് തവണ കറങ്ങണം. അതിനുശേഷം മുന്നിലുള്ള ചെയർ പോയിരിക്കണം. വിസിലടിച്ചപ്പോൾ എല്ലാവരും കൂടി ചെയറിനടുത്തേക്ക് ഓടി. എങ്ങനെയോ രാഹുൽ ആദ്യം തന്നെ ഓടി ചേരി പോയിരുന്നു. അർജുനാണെങ്കിൽ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പേ തലകറങ്ങി വീണു. എന്തായാലും രാഹുലാണ് വിന്നർ. അടുത്ത തോടുമ്പോൾ സൂചിയിൽ നൂല് ഓർക്കണം. പ്രാക്ടീസൊക്കെ അടിപൊളിയാണെങ്കിലും ഇവരുടെ ഓട്ടം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു. അങ്ങനെ അവസാനം ഇന്നത്തെ മെയിൻ ഇവന്റ് വടംവലി. ബാസിൽ കോയിനൊക്കെ ടോസ് ചെയ്ത് ടീമൊക്കെ ഡിസൈഡ് ചെയ്ത് ഒരു സൈഡിൽ ഐശ്വര്യ, രാഹുൽ, ബാസിൽ, ഹാനി, ഷിറാസ്ക, അർജുൻ. അവിടെ ഷിറാസ്ക്ക് എല്ലാവർക്കും വിന്നിംഗ് സ്ട്രാറ്റജി ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ അർജുൻ ടീമിന്റെ ഹെവി വെയിറ്റ്. മറുവശത്ത് ഫിദ, വൈശാഖ്, പ്രദീപ്, അജിൻ. അങ്ങനെ വിസിലടിച്ചപ്പോൾ വടംവലി തുടങ്ങി. രണ്ട് കൂട്ടരും നല്ല ശക്തിയിൽ വലിക്കുന്നുണ്ട്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ അവസാനം ഫിദയുടെയും വൈശാഖിന്റെയും ടീം അങ്ങ് ജയിച്ചു. സെലിബ്രേഷൻ തുടങ്ങി. ഇത്രയും നേരം വടം വലിച്ചിട്ട് പ്രൈസ് കിട്ടിയതൊരു ചോക്ലേറ്റ് ബാർ.